ഹരേ കൃഷ്ണ. ദശൈവ തു സദാചാര്യ ശ്രോത്രിയാനതിരിച്യത്തെ ദശാചാര്യനുപാധ്യായ ഉപാധ്യായാൻ പിതാ ദശ പിതॄൻ ദശ തു മതൈക സർവാ വാ പൃഥ്വീമപി ഗുരുത്വേനാഭിഭവതി നാസ്തി മാതൃസമോ ഗുരു. 10 വൈദികരെക്കാളും ഒരാചാര്യൻ മേലെ നിൽക്കും. 10 ആചാര്യന്മാരെക്കാളും മീതെയാണ് വേദാധ്യയനം ചെയ്യിക്കുന്ന ഗുരു. 10 ഗുരുക്കന്മാർക്കും മീതെയാണ് അച്ഛൻ. 10 അച്ഛന്മാർക്കും മീതെയാണ് ഒരമ്മ. ഗുരുത്വത്തിൽ അമ്മയോട് തുല്യമായി ആരുമില്ല. ഊർധ്വലോകങ്ങൾ നേടുവാൻ വേണ്ട സാധനയ്ക്ക് ഭൗതികമായ ശരീരം അച്ഛനമ്മമാർ നൽകുന്നു. സാധന ചെയ്യുവാനും ഊർധ്വഗതിക്കുള്ള മാർഗം കാണിച്ചു തരുന്നതും ഗുരുവാണ്. അതിനാൽ 3 പേരെയും ആദരിക്കേണ്ടത് വിശിഷ്ടമായ ധർമ്മമാണ്. അന്ന് തൃക്കേട്ട നക്ഷത്രമായിരുന്നു. അഭിജിത്ത് മുഹൂർത്തത്തിൽ പഞ്ചമി തിഥിയിൽ നട്ടുച്ചയ്ക്കായിരുന്നു ആ കുഞ്ഞിൻ്റെ ജനനം. കുന്തിദേവിയുടെ മന്ത്രസിദ്ധിയാൽ യോഗമൂർത്തിയായ ധർമ്മദേവൻ തൻ്റെ സൂര്യകാന്തി വിമാനത്തിൽ പ്രത്യക്ഷനാകുകയും കുന്തിദേവിയോട് ചേർന്ന് ഏവർക്കും ഹിതനായ പുത്രനെ നൽകുകയും ചെയ്തു. കുഞ്ഞിൻ്റെ ജനന സമയത്ത് ഇങ്ങനെ ദേവവാക്യമുണ്ടായി: ഇവൻ ധർമ്മിഷ്ഠരിൽ ശ്രേഷ്ഠനും പരാക്രമിയും സത്യവാദിയുമായ പൃഥ്വീശ്വരനാകും. ധർമ്മദേവന്റെ അംശമായ ഇവൻ പാണ്ഡുവിൻ്റെ പ്രഥമ പുത്രനും സൗമ്യനുമായിരിക്കും. ശരീരധർമ്മത്തെയും മനസ്സിൻ്റെ ധർമ്മത്തെയും അടക്കി നിർത്താനുള്ള കരുത്ത് സ്വന്തം ജീവിതനിഷ്ഠ കൊണ്ട് ആർജിച്ചവൻ. ഇവൻ യുധിഷ്ഠിരൻ. ഇവനെ കാണുന്നതേ ശ്രേയസ്കരം. ശതശൃംഗത്തിലെ മുനിമാരും ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന വേദവാക്യം തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നവനാകും. എല്ലാ പ്രതിസന്ധികളിലും സത്യവും അഹിംസയും മുറുകെ പിടിച്ച് ലോകത്തിന് മുഴുവൻ മാതൃകയാകും ഇവൻ. കുഞ്ഞുണ്ടായതിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് പാണ്ഡുവായിരുന്നു. തൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഉത്തമനായ ഒരു പുത്രനെ ലഭിച്ചതിൽ പാണ്ഡു അതിയായി സന്തോഷിച്ചു. ശതശൃംഗത്തിലെ മഹർഷിമാർ നാമകരണം ചെയ്തു. വസുദേവരുടെ പുരോഹിതനായ കശ്യപ മഹർഷിയാണ് ഉപനയനാദി കർമ്മങ്ങൾ നിർവഹിച്ചത് എന്ന് ആദിപർവം ദാക്ഷിണാത്യ പാഠം പ്രസ്താവിക്കുന്നു. ശുകൻ എന്ന രാജർഷിയിൽ നിന്ന് അദ്ദേഹം കുന്തപ്രയോഗവും അഭ്യസിച്ചു. യുധിഷ്ഠിരന്റെ ജനനശേഷം പാണ്ഡു വീണ്ടും കുന്തിദേവിയോട് പറഞ്ഞു: പ്രിയേ, ക്ഷത്രിയർക്കു ശരീരശക്തി നല്ലതുപോലെ വേണം. അതുകൊണ്ട് കുരുവംശത്തെ കാക്കാൻ അതിവിശാലമായ കായബലമുള്ള ഒരു പുത്രൻ ഉണ്ടാകണം. അതിനുവേണ്ടി വായു ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭർതൃഹിതം മനസ്സിലാക്കിയ കുന്തിദേവി അപ്രകാരം ചെയ്യുന്നതിനായി തപസ്സിദ്ധി നേടി. ശുഭമായ മുഹൂർത്തം തിരഞ്ഞെടുത്തു. മന്ത്രം ജപിച്ചു വായുഭഗവാനെ ആഹ്വാനം ചെയ്തു. പെട്ടെന്ന് പ്രകൃതിക്ക് തന്നെ മാറ്റം സംഭവിച്ചു. ശക്തമായി കാറ്റ് വീശി തുടങ്ങി. മരങ്ങൾ വിറച്ചു. ആകാശം മുഴുവൻ അതിശക്തമായൊരു പ്രാണശക്തി നിറഞ്ഞു. വായുദേവൻ പ്രത്യക്ഷനായി. കുന്തിദേവി പറഞ്ഞു: സർവശക്തരിലും ശ്രേഷ്ഠനായ, ശത്രുക്കൾക്ക് ഭയം നൽകുകയും അവരുടെ ദർപ്പം അടക്കുകയും ചെയ്യുന്ന മഹാബലശാലിയായ ഒരു പുത്രനെ അങ്ങെനിക്ക് നൽകിയാലും. വായുദേവൻ അനുഗ്രഹിച്ചു. കാലം തികഞ്ഞപ്പോൾ ഭൂമിയെ നടുക്കുന്ന ശക്തിയോടെ ഒരു കുഞ്ഞു ജനിച്ചു. അതേസമയം തന്നെ ഈ കുമാരൻ സർവശക്തരിലും ശ്രേഷ്ഠനായിരിക്കും എന്ന് ദേവവാക്യമുണ്ടായതായി ആദിപർവം പറയുന്നു. ആ വാക്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ ജനിച്ചു 10 ദിവസമായപ്പോൾ അവൻ്റെ അതിശക്തിയെ ലോകത്തിനു മുൻപിൽ അവൻ തെളിയിച്ചു. അന്ന് കുന്തിദേവി കുഞ്ഞിനെ മടിയിൽ കിടത്തി ഉറക്കുകയായിരുന്നു. ആ നേരത്ത് ഒരു കാട്ടുമൃഗത്തിൻ്റെ അതിഭയാനകമായ ശബ്ദം കേട്ട് കുന്തി പെട്ടെന്നെഴുന്നേറ്റു.
കുഞ്ഞിനെ എടുക്കാൻ തുനിഞ്ഞതും കൈവഴുതി മടിയിൽ നിന്ന് അവൻ താഴെ പാറയിലേക്ക് വീണു. കുന്തിദേവിയും പാണ്ഡുവും നിലവിളിച്ചുകൊണ്ട് ചെന്നു നോക്കുമ്പോൾ കുഞ്ഞിന് ഒരപകടവും പറ്റിയതായി കണ്ടില്ല. എന്നാൽ അവൻ വന്നു വീണ പാറ നുറുങ്ങുകളായി ചിതറിപ്പോയിരുന്നു. ഇതു കണ്ട് എല്ലാവരും സ്തബ്ധരുമായി, ആനന്ദപുളകിതരുമായി. ശതശൃംഗ നിവാസികളായ മഹർഷിമാർ അവനു ഭീമസേനൻ എന്നു പേർ വിളിച്ചു. കശ്യപ മഹർഷി ഉപനയനാദി സംസ്കാരങ്ങൾ നടത്തി. ശുകൻ എന്ന രാജർഷിയിൽ നിന്നാണ് ഭീമൻ ഗദായുദ്ധം പഠിച്ചു തുടങ്ങിയത്. ചെറുപ്രായത്തിൽ തന്നെ അസാമാന്യ കായികശേഷിയും ധൈര്യവും വീരതയും ഭീമനിൽ പ്രകടമായിരുന്നു. എന്നാൽ അതേസമയം പിതാവിനും ജ്യേഷ്ഠനും തുല്യ പ്രാധാന്യം കൽപ്പിക്കുകയും മാതാക്കളോടും മറ്റു മഹർഷിമാരോടും അവരുടെ പത്നിമാരോടുമെല്ലാം തികഞ്ഞ ബഹുമാനവും അവരെയെല്ലാം സംരക്ഷിക്കുന്നതിൽ നന്നേ പാകതയും പക്വതയും പ്രകടിപ്പിച്ചിരുന്നു. വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ പുത്രാർത്ഥിയായ പാണ്ഡു കുന്തിദേവിയോട് പറഞ്ഞു, പ്രിയേ, നമുക്ക് അപ്രമേയ പ്രഭാവത്തോടു കൂടിയവനും അതിതേജസ്വിയും സ്വപ്രതാപം കൊണ്ട് ലോകത്തെ മുഴുവൻ വെല്ലുന്നവനുമായ ഒരു പുത്രനുണ്ടാകണം. അതിനു ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ പ്രസാദിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് 1 വർഷം തപസ്സനുഷ്ഠിക്കാം. തപോനുഷ്ഠാനത്തിനു ശേഷം ഉണ്ടാകുന്ന പുത്രൻ അമാനുഷ പ്രഭാവനും അതിപരാക്രമിയും അദൃശ്യനും അതിദിവ്യ സ്വരൂപനുമായിരിക്കും. തുടർന്ന് കുന്തിക്ക് 1 ആണ്ടിലേക്ക് മംഗളമായ മഹാവ്രതം കൽപ്പിച്ചു. പാണ്ഡു ഒറ്റക്കാലിൽ നിന്ന് ഉഗ്രമായ തപസ്സു ചെയ്തു, സമാധി കൈക്കൊണ്ടു. അങ്ങനെ ദേവാധിരാജനായ ശക്രസേവ ചെയ്ത് പാണ്ഡു തപനനെ പോലെ തപസ്സാൽ ജ്വലിച്ചു. 8 നാളിനു ശേഷം ഇന്ദ്രൻ പ്രത്യക്ഷനായി. ഇന്ദ്രദേവൻ പറഞ്ഞു, 3 ലോകങ്ങളിലും കീർത്തിമാനാകുന്ന പുത്രനെ ഞാൻ ഭവാന് നൽകുന്നതാണ്. അവൻ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ബന്ധുക്കൾക്കും ഹിതപ്രദനായിരിക്കും. ശത്രുക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്നവനും ബന്ധുക്കൾക്ക് ആനന്ദം വിസ്മയിപ്പിക്കുന്നവനും ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനുമായിരിക്കും. നരനാരായണന്മാരിലെ നരാംശത്തെയാണ് അങ്ങേക്ക് പുത്രനായി നൽകാൻ പോകുന്നത്. പാണ്ഡുവും കുന്തിയും നിറഞ്ഞ ഭക്തിയാലും സന്തോഷത്താലും ഇന്ദ്രനെ സ്തുതിച്ചു. പണ്ട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മദേവൻ ഉദ്ഭവിച്ചു. സത്യസന്ധനായും വേദധർമ്മനിരതനായും ഇരുന്ന ഈ ധർമ്മൻ ദക്ഷപുത്രിമാരെ വിവാഹം ചെയ്തു. അവരിൽ ധർമ്മന് ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായി. ഇവരിൽ ഹരിയും കൃഷ്ണനും മഹായോഗികളും നരനും നാരായണനും മഹാതപസ്വികളുമായി പരിണമിച്ചു. നരനാരായണന്മാർ ഹിമവാന്റെ സാനുപ്രദേശത്തുള്ള ബദരികാശ്രമത്തിൽ 1000 കൊല്ലം ബ്രഹ്മത്തെ തപസ്സു ചെയ്തു. നരർഷി പിന്നീട് രക്തജനായി ജനിക്കുമെന്നും അതിനുശേഷമുള്ള മറ്റൊരു ജന്മം ഭൂമിയിൽ പാർത്ഥനായി ജന്മമെടുക്കും എന്നു ഭൃഗു മഹർഷിയുടെ ആഹ്വാനമുണ്ടാവുകയും ചെയ്തു. 1 വർഷം കഴിഞ്ഞ് തപപൂതയായ കുന്തിദേവി മന്ത്രം ജപിച്ച് ത്രൈലോകാധിപനായ ദേവേന്ദ്രനെ പ്രാർത്ഥിച്ചു. സന്തുഷ്ടനായ ദേവരാജൻ കുന്തിയുടെ അടുത്തു വരികയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ പൃഥയിൽ പാർത്ഥൻ ജനിച്ചു. ജനന സമയത്ത് ഇങ്ങനെ ഒരു ദേവവാക്യമുണ്ടായി, അല്ലയോ കുന്തി, നിന്റെ പുത്രൻ ശിവതുല്യ പരാക്രമിയും ഇന്ദ്രനെ പോലെ അജയ്യനുമാകും. ഇവന്റെ ഭുജവീര്യം കൊണ്ട് അഗ്നിദേവൻ ഖാണ്ഡവവനത്തെ ആഹാരമാക്കും. സകല രാജാക്കന്മാരെയും ജയിച്ച ശേഷം 3 അശ്വമേധം നടത്തും. ശിവനെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം കയ്യിൽ കരസ്ഥമാക്കും. ഇന്ദ്രന്റെ കൽപ്പനപ്രകാരം നിവാച കവചന്മാരെ വധിക്കും. ഇവൻ സാക്ഷാൽ നാരായണന് തുല്യനായ നരനാണ്. ഏവരാലും അജയ്യനായ ഇവൻ നാരായണനോട് കൂടിച്ചേരാൻ തുല്യയോഗ്യതയുള്ളവനായി ഭവിക്കും. ഈ വാക്കുകൾ കേട്ട് ദേവന്മാർ വാദ്യങ്ങൾ മുഴക്കി. ആകാശത്തു നിന്നു പുഷ്പവൃഷ്ടിയുണ്ടായി.
എല്ലാ ദേവന്മാരും സിദ്ധരും ചാരണന്മാരും അപ്സരസ്സുകളും ഗന്ധർവന്മാരും മഹർഷിമാരും സപ്തർഷികളും പ്രജാപതിമാരും എല്ലാം ബാലാർക്കനെ പോലെ തേജസ്സുള്ള ആ ഉണ്ണിയെ കാണാൻ വന്നു. ദേവസ്ത്രീകൾ നൃത്തം വെച്ചു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും അതിരറ്റു സന്തോഷിച്ചു. സസ്യലതാദികളെല്ലാം നിറയെ പുഷ്പങ്ങളാലും ഫലങ്ങളാലും ഭൂമിയെ സമൃദ്ധമാക്കി. ഇങ്ങനെ സർവചരാചരങ്ങളും ആ കുഞ്ഞിനെ ജനനോത്സവം ആഘോഷമാക്കി. പതിവ് പോലെ ശതശൃംഗത്തിലെ മഹർഷിമാർ അവന് നാമകരണം ചെയ്തു. ആ പേര് എല്ലാവരിലും ആനന്ദത്തെ ഉണർത്തി. അർജുനൻ. നരനാരായണന്മാരിലെ നരാംശത്തോടും ശ്വേതവർണ്ണത്തോടും കൂടിയവൻ. ധീരത, ശുദ്ധി, നീതി എന്നിവയെല്ലാം ആ നാമത്തിൽ തന്നെ പ്രതിഫലിക്കുന്നവൻ. വൈദഗ്ധ്യം, സദ്ഗുണം, ധാർമ്മികത, സത്യസന്ധത എന്നിവയുടെ എല്ലാം മാതൃകയായ പുത്രൻ അർജുനൻ. പാണ്ഡു അത്യധികം സന്തോഷവാനായി തീർന്നു. തൻ്റെ 3 പുത്രന്മാരിലും അദ്ദേഹം അഭിമാനം കൊണ്ടു. പാണ്ഡു അർജുനന് നൽകിയ നാമം കൃഷ്ണൻ എന്നായിരുന്നു എന്ന് വിരാടപർവം പറയുന്നു. അർജുനനെയും കശ്യപ മഹർഷി ഉപനയനാദി കർമ്മങ്ങൾ നിർവഹിച്ചു. രാജർഷിയായ ശുകനിൽ നിന്ന് ധനുർവേദത്തിൻ്റെ ആദ്യ പാഠങ്ങളും അർജുനൻ സ്വായത്തമാക്കി. തുടർന്ന് ഇനിയൊരു പുത്രൻ കൂടി തനിക്ക് വേണമെന്നുള്ള പാണ്ഡുവിൻ്റെ ആഗ്രഹം കുന്തി സ്നേഹപൂർവം തിരസ്കരിച്ചു. ആ സമയങ്ങളിലെല്ലാം പുത്രദുഃഖത്താൽ വേപഥു പൂണ്ടിരുന്ന മാദ്രിയെ ആരും അറിഞ്ഞിരുന്നില്ല. തൻ്റെ ദുഃഖം സഹിക്കാൻ കഴിയാതെയായപ്പോൾ മാദ്രി പാണ്ഡുവിനോട് തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞു. പ്രഭോ, ജ്യേഷ്ഠത്തി 3 മക്കളെ പ്രസവിച്ചതിലും ഗാന്ധാരി 101 മക്കളെ പ്രസവിച്ചതിലും എനിക്ക് പക്ഷപാതമോ സങ്കടമോ ഇല്ല. പുത്രനുണ്ടായി കാണാനുള്ള എൻ്റെ പതിയുടെ ഇച്ഛ നിറവേറിയല്ലോ. എന്നാൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും പാലൂട്ടാനും എനിക്കും ആഗ്രഹമുണ്ട്. അതിനാൽ ആ മന്ത്രം എനിക്കും ഒന്ന് ഉപദേശിച്ചു തരുവാൻ ദയവുണ്ടാകണമെന്ന് അങ്ങ് ജ്യേഷ്ഠത്തിയെ അറിയിക്കാമോ? മാദ്രിയുടെ വാക്കുകളിലെ ദുഃഖം മനസ്സിലാക്കിയ പാണ്ഡു പുത്രാർത്ഥിനിയായി ദുഃഖിതയായിരിക്കുന്ന മാദ്രിയുടെ ആഗ്രഹം കുന്തി ദേവിയോട് പറഞ്ഞു. പൃഥ അതീവ സന്തോഷത്തോടെ സപത്നിയെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, മാദ്രി, നിനക്ക് ഇഷ്ടമുള്ള ദേവനെ ചിന്തിക്കുക. ഞാൻ മന്ത്രം ജപിക്കാം. ആ ദേവനിൽ നിന്നു നിനക്ക് സന്താന ലബ്ധിയുണ്ടാകും. മാദ്രി സ്നാനാദികൾ കൊണ്ട് ദേഹശുദ്ധി വരുത്തി ഭക്തിപൂർണമായ മനസ്സോടെ അശ്വിനി ദേവകളെ സ്മരിച്ചു. 2 പേരും അടുത്തുവന്ന് മാദ്രിയെ അനുഗ്രഹിക്കുകയും ഓരോ പുത്രന്മാരെയായി ദാനം ചെയ്യുകയും ചെയ്തു. അതിസുന്ദരമായ രൂപകാന്തി കൊണ്ട് ഏവരെയും ആകർഷിച്ച കുമാരന്മാരായിരുന്നു മാദ്രീസുതന്മാർ. ഇരുവരുടെയും നാമകരണം ശതശൃംഗത്തിലെ മഹർഷിമാർ നിർവഹിച്ചു. നകുലനും സഹദേവനും. ഉപനയനാദി കർമ്മങ്ങൾ കശ്യപ മഹർഷിയും പതിവ് പോലെ ചെയ്തു. ശുകൻ എന്ന രാജർഷി അവരെ അസ്ത്രവിദ്യയും വാൾപ്രയോഗവും പഠിപ്പിച്ചു. പാണ്ഡവകുലത്തിൽ നകുലനു തുല്യം അഴകുള്ളവൻ ഇല്ലാതിരുന്നതിനാലാണ് ആ നാമം നൽകിയത് എന്ന് വിരാടപർവം പറയുന്നു. ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ താനായി, മധ്യമൻ ഭീമസേനനായി, അർജുനൻ പിന്നെ 3-മൻ, കൗന്ദേയൻ പേർ വിളിക്കയാൽ, ജ്യേഷ്ഠൻ നകുലനായി, പിന്നെ കനിഷ്ഠൻ സഹദേവനായി, മാദ്രീപുത്രരുമൗവണ്ണം മുനിമാർ പേർ വിളിക്കയാൽ, വർഷം തോറും പിറന്നോരാ കുമാരർ കുരുസത്തമർ. പഞ്ചപാണ്ഡവർ ശോഭിച്ചാർ പഞ്ചനക്ഷത്രങ്ങൾ പോലവേ. മഹാസത്വർ, മഹാവീര്യർ, മഹാബല പരാക്രമർ. ഹസ്തിനപുരിയിലും ദുര്യോധനനു ശേഷം 100 പേർ കൂടി ജനിച്ചു. 100 നെയ്ക്കുടങ്ങളിൽ നിന്നായി 100 പുത്രന്മാരും 101-മത്തെ കുടത്തിൽ നിന്നു പുത്രിയായ ദുശ്ശളയും ആവിർഭവിച്ചു. അതേസമയം തന്നെ ധൃതരാഷ്ട്രർക്ക് ഒരു ദാസിയിലും പുത്രനുണ്ടായി. അവനായിരുന്നു കരണൻ എന്ന യുയുത്സു. പുത്രന്മാരും പുത്രിയും ജനിച്ച സന്തോഷാധിക്യത്തിലായിരുന്നു ധൃതരാഷ്ട്രരും ഗാന്ധാരിയും.
പുത്രന്മാരെല്ലാം നല്ല അതിരഥരും ശൂരന്മാരും യുദ്ധത്തിൽ പ്രാവീണ്യരുമായിരുന്നു. മാത്രമല്ല അവരിൽ പലരും ധർമ്മജ്ഞന്മാരും സർവശസ്ത്രാസ്ത്ര കോവിദരും ആയിരുന്നു. 101 മക്കളോടും ബന്ധുമിത്രാദികളോടും ഒന്നിച്ച് സന്തോഷമായിരിക്കുന്നതിനിടയിലാണ് ശതശൃംഗത്തിൽ നിന്നും ഒരു ദൂതൻ നകുല സഹദേവന്മാരുടെ ജനന വാർത്ത കൊട്ടാരത്തിൽ അറിയിച്ചത്. പാണ്ഡുവിന്റെ രാജത്യാഗത്തിനു ശേഷം ധൃതരാഷ്ട്രരുടെ സാന്നിധ്യത്തിൽ ഭീഷ്മരും വിദുരരുമാണ് രാജ്യകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ഈ സന്തോഷവാർത്ത കൂടി അറിഞ്ഞപ്പോൾ ഹസ്തിനപുരമാകെ ആഹ്ലാദോത്സവത്തിൽ മതിമറന്നുപോയി. ഭീഷ്മരും വിദുരരും പാണ്ഡവരെ കാണുവാനായി ശതശൃംഗത്തിലെത്തുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. മഹർഷിമാർ പാണ്ഡവരുടെ ജനന കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. ഭീഷ്മവിദുരന്മാർ ഈ വൃത്താന്തം കേട്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുകയും ചെയ്തു. കുരുക്കൾക്കുള്ള ദുർനീതി പെരുത്തൂഴി നശിച്ചിടും പോക നീ യോഗവും പൂണ്ടു വാഴ്കദേവി തപോവനെ കാണേണ്ട നിൻകുലത്തിൽ താനേ പറ്റുന്നൊരാക്ഷയം. സത്യവാക്കായ പുത്രന്റെ ഉപദേശത്താൽ കൗരവകുലത്തിൻ്റെ അമ്മമാർ പടിയിറങ്ങുകയാണ്. ഹസ്തിനപുരത്തിൻ്റെ ഇനിയുള്ള കാലം ചിന്ത്യം. ഓം നമോ ഭഗവതേ വാസുദേവായ.